ഹലോ ഫ്രണ്ട്സ്, മഴതോരും മുമ്പേടെ വരാൻ പോകുന്ന ആ ഒരു കിടിലൻ ഭാഗത്തിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയന്തിയുടെ പിടിവാശി കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ബാലചന്ദ്രനും കൃഷ്ണയും അലീനയും ഒടുവിൽ തിരിച്ചു വരികയാണ് വീട്ടിലേക്ക് തന്നെ. അലീനയെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കരുതെന്ന ബാലചന്ദ്രന് നിബന്ധന സ്വത്ത് നഷ്ടപ്പെടുമെന്ന ഭയം കാരണം വൈജയന്തിക്ക് അംഗീകരിക്കേണ്ടി വരികയാണ്. എന്നാൽ അലീനയോടുള്ള വൈര്യം വൈജയന്തി അപ്പോഴും ഉപേക്ഷിക്കുന്നില്ല. നീ ഇവിടെ നിന്ന് ജീവനം കൊണ്ട് ഓടുന്നത് ഞാൻ കാണിച്ചു തരാം എന്ന് വൈജയന്തി അലീനയെ ഭീഷണിപ്പെടുത്തുന്നവരെയുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഒരുമിച്ച് പരിഹരിക്കാമെന്ന് പറഞ്ഞ് ബാലചന്ദ്രനാണ് അലീനയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നത്. ഏറ്റവും വലിയ വഴിത്തിരിവ് ഉണ്ടാകുന്നത് അലീനയുടെ യഥാർത്ഥ സഹോദരിയാണ് താനെന്ന് സത്യം മനസ്സിലാക്കിയ കൃഷ്ണ വൈജയന്തിക്കെതിരെ ശക്തമായി പോരാടുന്നതോടെയാണ്. ബാലചന്ദ്രൻ, മനു, കൃഷ്ണ എന്നിവരുടെ ഉറച്ച പിന്തുണയിൽ അലീന വീട്ടിൽ ജീവിക്കാൻ തീരുമാനിക്കുന്നു. വരും ദിവസങ്ങളിൽ ബബിതയും രോഹിത്തും കൂടെ സത്യം അറിയുന്നതോടെ വൈജയന്തി ഒറ്റപ്പെടുകയും പകയും വൈരാഗ്യവും വർദ്ധിച്ച് അലീനയോട് കൂടുതൽ ക്രൂരമായി പെരുമാറാൻ തുടങ്ങുന്നിടത്ത് വൈജയന്തിയുടെ ക്രൂരത സഹിക്കാനാവാതെ കൃഷ്ണ തന്നെ എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നതോടെയാണ് ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പൊ ആ ഒരു ഭാഗത്തെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും വായ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. തന്റെ സ്വന്തം ചേച്ചിയാണ് അലീന എന്ന് മനസ്സിലാക്കുന്നതോടെ കൃഷ്ണമോള് പിന്നെ അലീനയെ പറഞ്ഞയക്കാൻ സമ്മതിക്കുന്നില്ല. ബാലചന്ദ്രനും കൃഷ്ണയും ചേർന്ന് അലീനയെ തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ തന്നെ തീരുമാനിക്കുകയാണ്. പക്ഷേ താൻ വീട്ടിൽ തിരിച്ചെത്തണമെങ്കിൽ അലീനയുടെ നേരെ ആരും ശബ്ദം ഉയർത്തരുത്, അവളെ മേലിൽ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത് എന്ന നിബന്ധന ബാലചന്ദ്രൻ കുബിരയായ വൈജയന്തി ആകട്ടെ ഒരു വേലക്കാരിക്ക് വേണ്ടി സ്വന്തം ഭാര്യയോട് യുദ്ധം ചെയ്യുന്ന ഭർത്താവ്, എങ്കിൽ പിന്നെ അവര് തിരിച്ചു വരണ്ട എന്ന് തന്നെ പറയുകയാണ്. പക്ഷെ അവര് വരാതിരുന്നാൽ ബാലചന്ദ്രൻ മറ്റൊരു വീടെടുത്ത് അലീനയ്ക്ക് കൃഷ്ണയ്ക്കൊപ്പം താമസിക്കുമെന്നും അവർ പിന്നീട് ഇങ്ങോട്ട് വരില്ലെന്നും മനു വൈജയന്തി ഓർമ്മിക്കും. ബാലചന്ദ്രൻ വാശി കാണിക്കുന്നതിനെ കുറിച്ച് വൈജയന്തി മനുവിനോട് ചോദിക്കുമ്പോൾ അലീനയല്ല ഈ വീട്ടിലെ പ്രശ്നമെന്നും വൈജയന്തിയുടെ വാശിയാണ് എന്നും മനു തിരുത്തുകയാണ്. ദേഷ്യപ്പെട്ട വൈജയന്തി, നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നീ അവളെ കെട്ടിക്കോ എന്ന് പറയുമ്പോൾ അലീനയെ വിവാഹം കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ്, അത് എന്റെ ഇഷ്ടമാണ് എന്ന് തന്നെ മനു തുറന്ന് സമ്മതിക്കുകയാണ്. അലീനയ്ക്ക് സമ്മതമാണെങ്കിൽ ഞാൻ അവളെ വിവാഹം കഴിക്കുക തന്നെ ചെയ്യും. എനിക്ക് ആരുടെയും സമ്മതം ആവശ്യമില്ല, ഞാൻ പ്രായപൂർത്തിയായ വ്യക്തിയാണ്. അതുകൊണ്ട് കൃഷ്ണയും ബാലചന്ദ്രനും തിരികെ വരണമെങ്കിൽ താൻ പറഞ്ഞ നിബന്ധനകൾ വൈജയന്തി അംഗീകരിച്ചേ മതിയാകൂ എന്ന് തന്നെ മനു ആവശ്യപ്പെടുകയാണ്. എന്നാൽ എന്റെ മോളും ബാലചന്ദ്രൻ തിരിച്ചു വന്നോട്ടെ, പക്ഷെ അലീന ഈ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിൽ എനിക്ക് യാതൊരു താല്പര്യവുമില്ല എന്ന് തന്നെ വൈജയന്തി വീണ്ടും പറയും. ഇത് കേട്ട മനു ഈ വിവരം ബാലചന്ദ്രനെ അറിയിക്കാമെന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയും ചെയ്തു. വൈജയന്തി അങ്ങനെ സമ്മതിക്കാതെ നിൽക്കുമ്പോൾ ബബിതയും രോഹിത്തും അങ്ങോട്ട് വരുന്നു. ബബിതയുടെ അഭിപ്രായവും അച്ഛനും കൃഷ്ണയും വേറെ വീടെടുത്ത് പോകാനുള്ള സാധ്യതയുണ്ട്, തൽക്കാലം അലീന ഇങ്ങോട്ട് വരട്ടെ, നമുക്ക് പിന്നീട് അവളെ പുറത്താക്കാം എന്നാണ്. എന്നാൽ രോഹിത് പറയുന്നുണ്ടായിരുന്നു അവള് തിരികെ വന്നാൽ വീണ്ടും പ്രശ്നങ്ങളെ ഉണ്ടാക്കും, നീ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്നൊക്കെ. ഇത് കേട്ട് വൈജയന്തി അവരോട് നിർത്താൻ പറയുന്നു. തുടർന്ന് രാജീവനെ ഫോൺ വിളിച്ച് മനു വന്നുപോയ കാര്യങ്ങളെല്ലാം അറിയിക്കുകയാണ്. രാജീവ് ഉടൻ തന്നെ നീ അതിന് സമ്മതിച്ചൊന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ലെന്നും, പക്ഷെ അലീന തിരിച്ചു വന്നില്ലെങ്കിൽ ബാലചന്ദ്രൻ ജ്വല്ലറിയുടെയും ടെക്സ്റ്റൈൽസിന്റെയും എല്ലാം ഉടമസ്ഥാവകാശം അലീനയുടെ പേരിലേക്ക് മാറ്റി എഴുതുമെന്നും മറ്റൊരു വീട്ടിലേക്ക് മാറുമെന്നും വൈജയന്തി രാജീവിനെ വിളിച്ചറിയിക്കുന്നു. കേസിന് പോകാൻ ആലോചിക്കുന്ന രാജീവിനോട് ജീവിച്ചിരിക്കുമ്പോൾ സ്വത്ത് ആർക്കും കൈമാറ്റം ചെയ്യാൻ ഓണർക്ക് അവകാശമുണ്ടെന്നും അതുകൊണ്ട് കേസ് നടക്കില്ലെന്നും വൈജയന്തി പറയുകയാണ്. പിന്നീട് മനുവും രാജീവിനെ കുറ്റപ്പെടുത്തുകയാണ്. ഈ പ്രശ്നം വഷളാക്കിയത് രാജീവാണെന്ന് തന്നെ മനു തുറന്നടിച്ചു പറയും. ഇനി കൊച്ചച്ഛൻ തന്നെ വൈജാന്തിയെ വിളിച്ചതിനൊരു തീരുമാനമാക്കണം, ഇല്ലെങ്കിൽ അങ്കിൾ പറഞ്ഞതെല്ലാം നടക്കുമെന്ന് മനു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് രാജീവിന്. മറ്റൊരിടത്ത് കൃഷ്ണ തന്റെ ചേച്ചിയാണല്ലോ അലീന, അലീനയോട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. വീട്ടിലെ പ്രശ്നങ്ങൾ ഓർത്താണ് ഇതുവരെ മിണ്ടാതെ നടന്നതെന്നും ഇനി ക്ഷമിക്കാൻ കഴിയില്ലെന്ന് കൃഷ്ണ പറഞ്ഞപ്പോ അലീന സ്നേഹത്തോടെ കൃഷ്ണയെ ആശ്വസിപ്പിക്കുകയാണ്. ഏതായാലും താൻ സ്വന്തം അനിയത്തിയാണെന്ന് അലീന അറിയാതെ ആ സത്യം മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് കൃഷ്ണ ചേച്ചിയോട് കൂടുതൽ അടുക്കുന്നത് കണ്ട ബാലചന്ദ്രൻ സന്തോഷിക്കുകയാണ്. പിന്നീട് ബാലചന്ദ്രൻ മനുവിനെ വിളിക്കുമ്പോൾ വൈജയന്തിയുടെ ഭാഗത്ത് നിന്ന് അനുകൂല പ്രതികരണം ഇല്ലെന്ന് മനു അറിയിക്കുന്നു. ഉടൻ തന്നെ ബാലചന്ദ്രൻ മറ്റൊരു വീട് നോക്കാൻ ഗോവർദ്ധനോട് പറഞ്ഞിട്ടുണ്ടെന്നും അലീനയെ 1 വർഷത്തേക്കെങ്കിലും കൂടെ നിർത്തണമെന്നും പറയുന്നു. എന്നാൽ 1 വർഷത്തിന് ശേഷം അലീനയെ എങ്ങോട്ട് മാറ്റുമെന്നുള്ളത് ബാലചന്ദ്രൻ രഹസ്യമായി വെക്കും. സ്വത്തുകൾ അന്യാധീനപ്പെട്ട് പോകാതിരിക്കാൻ തൽക്കാലം ബാലചന്ദ്രൻ പറയുന്നത് കേൾക്കാമെന്നും തോറ്റു കൊടുക്കാമെന്നും രാജീവ് വൈജയന്തി ഉപദേശിക്കുന്നു. അലീനയോടുള്ള നിലപാടിൽ മാറ്റം വരുത്താതെ ബാലചന്ദ്രനെ വെറുപ്പിക്കാതെ തൽക്കാലം അവളെ വീട്ടിൽ നിർത്താൻ തന്നെ ഒടുവിൽ വൈജയന്തി സമ്മതിക്കുകയാണ്. കൃഷ്ണമ്മയുടെ ഭാവി ഓർത്താണ് താൻ സമ്മതിക്കുന്നതെന്ന് പറഞ്ഞ് വൈജയന്തി ഈ വിവരം മനുവിനെ അറിയിക്കുന്നു. അങ്ങനെ സ്വത്തുക്കൾ നഷ്ടപ്പെടുമെന്ന ഭയം കാരണം അലീന വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിന് വൈജയന്തി സമ്മതം നൽകുന്നു. അങ്ങനെ ബാലചന്ദ്രനും അലീനയും കൃഷ്ണയും മനുവിനോടൊപ്പം വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. വീട്ടിലെത്തുമ്പോൾ വൈജയന്തി കല്ലുപോലെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അലീന പേടിയോടെ കാറിൽ നിന്ന് ഇറങ്ങുന്നു. അതേസമയം ബാലചന്ദ്രൻ അലീനയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കഴിഞ്ഞതൊക്കെ മറന്ന് മുന്നോട്ട് പോവുക, ഇനി തന്റെ അനുവാദമില്ലാതെ ഈ വീടിന്റെ പടിക്ക് പുറത്ത് പോകരുത് എന്ന്. അകത്തേക്ക് കയറുന്നതും അലീനയോടുള്ള ദേഷ്യമെല്ലാം വൈജയന്തി പ്രകടിപ്പിക്കുന്നുണ്ട് പതിവ് പോലെ തന്നെ. ആ സമയത്താണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ബാലചന്ദ്രൻ അത് പറയുന്നത്. ഇനി മുതൽ
ഇവിടുത്തെ ഹോം നേഴ്സ് അല്ല അലീന, എന്റെ മകളാണെന്ന്. കൃഷ്ണയ്ക്കാണെങ്കിലും വൈജയന്തിയുടെ ഇപ്പൊ ദേഷ്യം തന്നെയാണ്. വൈജയന്തി മൈൻഡ് ചെയ്യാതെ ദേഷ്യത്തോടെ നോക്കി അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് അലീനയ്ക്കാണെങ്കിലും ചേച്ചി ഇനി എങ്ങോട്ടും ഞാൻ വിടില്ല, ഞാൻ ചേച്ചിക്ക് ഒപ്പം നിൽക്കുമെന്ന് തന്നെ ഉറപ്പ് കൊടുക്കുന്നു. വൈജയന്തിയുടെ വിളിയെ അവഗണിച്ച് കൃഷ്ണ അകത്തേക്ക് പോവുകയും തുടർന്ന് ബാലചന്ദ്രൻ സാധനങ്ങളുമായി വീടിനുള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. പിന്നീട് അലീനയോട് ബാഗെല്ലാം വെച്ച് ഫ്രഷായ ഒരു കോഫി ഉണ്ടാക്കി കൊണ്ടുവരാനൊക്കെ ആവശ്യപ്പെടുകയാണ്. ഇതിനിടയിൽ വൈജയന്തിയുടെ ദേഷ്യത്തോടെയുള്ള നോട്ടമെല്ലാം അലീന മനഃപൂർവ്വം അവഗണിച്ചു വിടുകയാണ് ചെയ്യുന്നത്. തുടർന്ന് അലീന മുത്തശ്ശിയുടെ മുറിയിലെത്തുമ്പോൾ അലീനയെ വീണ്ടും കണ്ടതിൽ മുത്തശ്ശി അമ്പരക്കുകയും ബാലചന്ദ്രനും കൃഷ്ണയും വന്നോ എന്ന് തിരക്കുകയും ചെയ്യുന്നു. മനു അപ്പ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വൈജയന്തിക്ക് സമ്മതിക്കേണ്ടി വന്നു, ഇനി അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലായിരുന്നു. അലീനയെ ഇവിടെ ഒന്ന് പറഞ്ഞയക്കാതിരിക്കാൻ അങ്കിള് വേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് മുത്തശ്ശി അറിയിക്കുകയാണ് മനു. താൻ പോയപ്പോൾ മുത്തശ്ശിക്കും വിഷമം ഉണ്ടായിരുന്നല്ലോ എന്ന് അലീന ചോദിക്കുമ്പോൾ വൈജയന്തി എതിർത്ത് എങ്ങനെ നിൽക്കുമെന്ന് ഓർത്താണ് ഞാൻ സമാധാനം പറഞ്ഞതെന്നും നീ തിരിച്ചെത്തിയതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂവെന്നും മുത്തശ്ശി അലീനയോട് പറയുകയാണ്. തുടർന്ന് കോഫി ഉണ്ടാക്കാനായി അടുക്കളയിലേക്ക് പോകുമ്പോൾ ഹാളിൽ നിന്ന് വൈജയന്തി അലീനയെ തടഞ്ഞു നിർത്തുന്നു. നീ ജയിച്ചെന്ന് കരുതണ്ട, നിന്നെ പറഞ്ഞേക്കരുതെന്ന ഓർഡർ മാത്രമേ എനിക്കുള്ളൂ, നീ ഇവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടുന്നത് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെയാണ് വൈജയന്തിയുടെ ഭീഷണി. അലീനയാണെങ്കിൽ ഒന്നും മിണ്ടാതെ കോഫിയുമായിട്ട് ബാലേന്ദ്രന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. വൈജയന്തി എന്താണ് പറഞ്ഞതെന്ന് ബാലേന്ദ്രൻ ചോദിച്ചപ്പോ ഇവിടെ നിന്ന് പറഞ്ഞയക്കില്ല, പക്ഷെ ഞാൻ സ്വയം ഓടിപ്പോകുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നാണ് പറഞ്ഞതെന്ന് അലീന മറുപടി കൊടുക്കുന്നു. അത് കേട്ട് ബാലചന്ദ്രൻ അലീനയെ ആശ്വസിപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈ പ്രശ്നം പരിഹരിക്കാമെന്ന്, നീ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ധൈര്യമുള്ളൂ, നീ പോയാൽ ഞാനും തകർന്നു പോകും, കവിതയും രോഹിത് പോലും നിന്നെ അംഗീകരിക്കുന്ന ഒരു ദിവസം വരുമെന്ന് തന്നെ ബാലചന്ദ്രൻ അലീനയോട് പറയുകയാണ്. ശേഷം കോഫി കപ്പുമായി താഴെ എത്തിയ അലീനയെ ഇത്ര നേരം അവിടെ നീ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞ് വൈജയന്തി വീണ്ടും ദേഷ്യപ്പെടുമ്പോൾ അവിടേക്ക് വന്ന കൃഷ്ണയാകട്ടെ അമ്മ എന്തിനാണ് എപ്പോഴും ചേച്ചിയുമായി വഴക്കിടുന്നതെന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് വൈജ നീ വന്നപ്പോൾ എന്നെ മൈൻഡ് ചെയ്യാതെ കയറിപ്പോയല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതെ, റെസ്പെക്റ്റും സ്നേഹവും കിട്ടണമെങ്കിൽ അത് നമുക്കൂടെ തോന്നണം, എപ്പോഴും കടിച്ചു കയറുന്ന സ്വഭാവമുള്ള ഒരാളോട് ആരും അടുക്കില്ല, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന നല്ല മറുപടി തന്നെ കൃഷ്ണ കൊടുക്കുകയാണ് വൈജയന്തിക്ക്. ഇത് കേട്ട് വൈജയന്തി കുപിതയാകുന്നു. ഓഹോ, അപ്പൊ എന്റെ മക്കളെയും ഇവളെ എനിക്കെതിരെ തിരിച്ചിരിക്കുകയാണല്ലേ, ഇവളെ ഞാൻ ഇനി ഇവിടെ വെച്ച് വാഴിക്കില്ല, ഇവള് തന്നെ ജീവനും കൊണ്ട് ഓടും, അങ്ങനെ വെല്ലുവിളിക്കുകയാണ് വൈജ. എന്നാൽ വൈജയന്തിയുടെ ഈ വെല്ലുവിളിക്ക് കൃഷ്ണ ചുട്ട മറുപടി നൽകുകയാണ്. അമ്മയ്ക്ക് ഒരു ചുക്കം ചെയ്യാൻ പറ്റില്ല, അലീന ചേച്ചി ഇനി ഇവിടെ തന്നെ ജീവിക്കും, ഞാൻ എങ്ങനെയാണോ അമ്മയ്ക്ക് അതുപോലെ തന്നെയാണ് അലീന ചേച്ചിയും അമ്മയ്ക്ക്. കൃഷ്ണയുടെ ഈ മറുപടി കേട്ട് അലീന പോലും ഒന്ന് ഞെട്ടുകയാണ്. വൈജയന്തി അലീനയെ അധിക്ഷേപിച്ചപ്പോൾ അലീന ചേച്ചിയെ പ്രസവിച്ച സ്ത്രീ തന്നെയാണ് ഈ നിൽക്കുന്ന എന്റെ അമ്മ എന്ന് പറയാൻ തുടങ്ങിയെങ്കിലും തന്റെ അച്ഛന് കൊടുത്ത വാക്കോർത്ത് ആ സത്യം കൃഷ്ണ തൽക്കാലം പറയുന്നില്ല. എങ്കിലും തന്റെ സ്വന്തം ചേച്ചിയാണ് അലീന എന്ന് കൃഷ്ണ അറിഞ്ഞ സ്ഥിതിക്ക് വരും ദിവസങ്ങളിൽ ചില സംഭവങ്ങളിലൂടെ ബബിതയും രോഹിത്തുമെല്ലാം അലീന തങ്ങളുടെ സ്വന്തം ചേച്ചിയാണെന്ന് സത്യം മനസ്സിലാക്കുന്നു. ഇതോടെ 3 മക്കളും ബാലചന്ദ്രന്റെ പക്ഷത്ത് അലീനയ്ക്ക് കട്ടയ്ക്ക് പിന്തുണ നൽകി വൈജയന്തിക്കെതിരായി നിലയുറപ്പിക്കും. എല്ലാവരും തന്നെ വിട്ട് അലീനയുടെ പക്ഷം ചേർന്നോടെ പകയും വൈരാഗ്യവും വർദ്ധിച്ച വൈജയന്തി അലീനയോട് പിന്നെയും പിന്നെയും ക്രൂരമായി പെരുമാറാൻ തുടങ്ങുമ്പോൾ വൈജയന്തിയുടെ ഈ ക്രൂരമായ പ്രവൃത്തികൾ സഹികെട്ട് അവസാനം കൃഷ്ണ തന്നെ എല്ലാ സത്യങ്ങളും വൈജയന്തിയോട് തുറന്നു പറയുകയാണ്. അത്തരത്തിലുള്ള അടിപൊളി എപ്പിസോഡുകളെല്ലാം മഴതോരും മുമ്പിൽ നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ കാണാം. അപ്പോൾ വരാൻ പോകുന്ന ഈ ഒരു അടിപൊളി ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.